ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ടിൻ ഫെയറീസ് ആൻഡ് മോം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും ഓണത്തിന്റെ തിരക്കിലായിരിക്കും. അപ്പോൾ നമുക്കൊരു അടിപൊളി പായസത്തിന്റെ റെസിപ്പിയാണ് ഞാനിന്നിവിടെ കാണിക്കുന്നത്. കടലപ്രഥമൻ ഉണ്ടാക്കുന്നതിന്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിനായിട്ട് ഞാൻ കടല ആദ്യം വെള്ളത്തിലിടുകയാണ്. ഞാനൊരു മിൽക്ക് മെയ്ഡിന്റെ ടിന്നാണ് എടുത്തത്. അതിലൊരു 3/4 കപ്പോളം കടല എടുത്തിട്ടുണ്ട്. അത് നമുക്കിനി വെള്ളം ഒഴിച്ച് വെക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂട് വെള്ളം വേണമെങ്കിൽ ഒഴിക്കാം. സാധാരണ നോർമൽ, ഞാനിവിടെ ഇപ്പോൾ നോർമൽ വെള്ളമാണ് ഒഴിക്കുന്നത്. നോർമൽ വെള്ളം ഒഴിച്ച് നമുക്കൊരു അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെ ഇടാം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ കടല കുതിർന്ന് വരുമ്പോൾ നമുക്ക് കുക്ക് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. എന്നിട്ട് നമുക്കൊരു പ്രഷർ കുക്കർ എടുക്കാം. പ്രഷർ കുക്കറിലോട്ട് നമുക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ നെയ്യ് എന്തിനാണ് ഇടുന്നതെന്ന് വെച്ചാൽ നമ്മൾ കടല നെയ്യിലിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടാണ് നമ്മളിന്ന് പായസം റെഡിയാക്കുന്നത്. എല്ലാവരും അങ്ങനെയാണോ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ച കടല ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നെയ്യിലോട്ട് ഇട്ട് കൊടുക്കാം. നെയ്യിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഈ കടല പായസം വെക്കുമ്പോൾ ഈ കടലയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും. ഇതുവരെയും ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഇനി കടല പായസം വെക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ചെയ്യുക ഇത് ട്രൈ ചെയ്തിട്ടുണ്ടെന്ന്. നമുക്ക് വെള്ളമാണ് വേണ്ടത്. ഞാനൊരു 2 ഗ്ലാസോളം വെള്ളം ഇതിലോട്ട് ഒഴിക്കുന്നുണ്ട്. നോർമൽ വെള്ളമാണ് ഒഴിക്കുന്നത്. ചൂടുവെള്ളം ഉണ്ടെങ്കിൽ അത് ഒഴിക്കാം. ഏത് വെള്ളമാണെങ്കിലും കുഴപ്പമില്ല. നമ്മൾ എന്നിട്ട് കുക്കറിൽ വെച്ച് നമുക്കൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മൾ വിസിലടുപ്പിച്ചെടുക്കാൻ. ഇത് കുറച്ച് വേവുള്ളതാണ് കടല. അപ്പോൾ അത് നമ്മൾ കുറച്ച് നേരം കുതിർത്തിട്ടിട്ടുണ്ട്. എന്നാലും നമ്മൾ കുറച്ച് നേരം വെച്ച് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് വേണ്ടുന്നത് തേങ്ങയാണ്. ഒരു 2 തേങ്ങ ഞാനിവിടെ ചിരകി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ എടുക്കുന്നത്, ഞാൻ ഒരു പിടിയോളം ചൗവരിയാണ് എടുക്കുന്നത്. ചൗവരി നമുക്ക് കഴുകിയെടുക്കാം. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി നമുക്ക് സ്ട്രെയിൻ ചെയ്ത ചൗവരി അവിടെ മാറ്റി വെക്കാം. ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് കുറച്ച് ഒരു 1.5 ഗ്ലാസോളം വെള്ളം എടുത്ത് ഒഴിച്ചിട്ട് നമുക്കതൊന്ന് തിളപ്പിക്കാം. തിളപ്പിച്ച് വരുന്ന വെള്ളത്തിലോട്ട് നമ്മൾ ഈ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചൗവരി നമുക്ക് ഇടാം. ഇട്ട് കൊടുത്തിട്ട് അതും ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഒരു 10-15 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതേ സമയത്ത് തന്നെ നമ്മൾ പ്രഷറെല്ലാം പോയ കുക്കർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുവാണ്. അപ്പം നമ്മളെ വെള്ളമൊക്കെ അങ്ങ് വറ്റിയിട്ടുണ്ട്. നമുക്കിനി കടല ഒന്ന് നോക്കാം വെന്തിട്ടുണ്ടോ എന്ന്. ഒരു 7-8 വിസിലോളം ഞാൻ അടുപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് വെന്തില്ലെങ്കിൽ 1-2 വിസിലും കൂടെ കേൾപ്പിക്കണം. ഓരോ കുക്കറിൻ്റെ അതനുസരിച്ചിട്ടാണ്. ഞാൻ എടുത്ത കുക്കർ കുറച്ച് വലുതാണ്. എന്നിട്ട് നമുക്ക് ഈ കടല ഒന്ന് ജസ്റ്റ് സ്മാഷ് ചെയ്തെടുക്കാം. സ്മാഷ് ചെയ്ത് ഒരുപാട് അങ്ങിട്ട് ഇതാക്കുന്നില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ഉടച്ചെടുക്കുന്നേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് ഇത് ഫുള്ളായിട്ട് സ്മാഷ് ചെയ്തെടുക്കണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അടിച്ച് പേസ്റ്റ് ആക്കി എടുക്കാം. പക്ഷെ അതിനെക്കാട്ടി നല്ലത് കുറച്ചൊന്ന് ഉടച്ചിട്ട് നമുക്കൊന്ന് കടിക്കാൻ കിട്ടുന്ന രീതിയിൽ വെക്കുമ്പോഴാണ് കടലപ്പായസത്തിന് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും. അപ്പം അങ്ങനെ ട്രൈ ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ നമുക്ക് ഇവിടെ വേണ്ടത് ശർക്കരയാണ്. ഞാനൊരു 1 കിലോളം ശർക്കര എടുത്തിട്ടുണ്ട്. അതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. പൊടിച്ച ശർക്കരയിലോട്ട് ഒരു 1/2 ഗ്ലാസോളം വെള്ളം ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ശർക്കര പാനീയമാണ് റെഡിയാക്കേണ്ടത്. അപ്പം അത് ഉരുകി വരുമ്പോൾ നമ്മളിത് സ്ട്രെയിൻ ചെയ്ത് മാറ്റി വെക്കണം. കാര്യം എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് സ്ട്രെയിൻ ചെയ്യുമ്പോൾ മാറ്റാൻ പറ്റും. എന്നിട്ട് നമ്മൾ കടല ഒന്ന് സ്മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കടലിലോട്ട് നമുക്ക് ഇനി നമ്മളെ ശർക്കര പാനി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിനി പതുക്കെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി നമ്മളെ കടലയിലോട്ട് ഈ ശർക്കര പാനിയും യോജിപ്പിച്ച് വരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കാര്യം ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടായിരിക്കും. നമ്മളത് സ്മാഷ് ചെയ്തതല്ലേ. അപ്പം നമ്മൾ തവി കൊണ്ട് തന്നെ സ്മാഷ് ചെയ്താൽ മതി. ഇപ്പം അല്ലാതെ സ്മാഷ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അപ്പം നമ്മൾ നേരത്തെ 2 തേങ്ങ എടുത്തിട്ടുണ്ട്. അത് തേങ്ങ അടിച്ച് 1-ാം പാലും 2-ാം പാലും 3-ാം പാലും ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി അതിന് ശേഷം നമ്മൾ ആദ്യം ചേർക്കുന്നത് 3-ാം പാലാണ്. അപ്പം അതിന് മുന്നേ നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വേവിച്ച് വെച്ച ചൗവരി നമ്മളിതിലോട്ട് ചേർത്ത് വേണം. അപ്പം ഞാനിത് സ്ട്രെയിനറിൽ തന്നെ വെച്ചത് കൊണ്ട് തന്നെ അതൊന്ന് കൂടി പിടിച്ചിരിപ്പുണ്ട്, കട്ട പോലെ ഇരിപ്പുണ്ട്. അത് പക്ഷേ ഈ ചൂട് നമ്മൾ ആ പാനീയത്തിലോട്ട് ഇടുമ്പോഴത്തേക്കും അത് നന്നായിട്ട് അതുമായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഒറ്റയായിട്ട് വന്നിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. മിക്സ് ചെയ്ത് അപ്പോൾ അതും നമ്മളെ പാനീയത്തിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനിവിടെ ആദ്യം ചേർക്കുന്നത് 3-ാം പാലാണ്. 3-ാം പാലും ഞാനിവിടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി നമ്മൾ
പായസത്തിലോട്ട് പാല് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം ലോയിൽ തന്നെ ഇട്ട് വേണം കുക്ക് ചെയ്യാൻ. പായസം എപ്പോഴും ലോ ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്യാൻ. അപ്പോൾ അതും നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് അതൊന്ന് തിളച്ച് നന്നായിട്ടൊന്ന് അതിലോട്ട് പിടിച്ച് വരുന്ന സമയത്ത് നമുക്കിനി അടുത്ത രണ്ടാം പാലാണ് നമ്മളിനി ഒഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് രണ്ടാം പാൽ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ രണ്ടാം പാൽ നമുക്കതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് രണ്ടാം പാൽ കുറച്ചുകൂടെ കുറുകിയ പാലാണ്, എല്ലാവർക്കും അറിയാലോ. ഫസ്റ്റ് പാലാണ് നല്ല കട്ടിയുള്ള പാൽ. അപ്പോൾ നമ്മൾ രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് അതും ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പം എനിക്കാണെങ്കിൽ ഈ ചെറിയ പാത്രത്തിലോട്ട് ഇട്ട് ഇളക്കിയപ്പോഴത്തേക്കും കുറച്ച് ബുദ്ധിമുട്ടുള്ള തോന്നി. കാര്യം നമ്മൾ ഈ ഉരുളിയിലൊക്കെ വെച്ച് ഇളക്കുമ്പോഴാണല്ലോ ഒരു പായസത്തിൻ്റെതായ ഒരു ഫീല് നമുക്കുണ്ടല്ലോ. അപ്പം ഞാൻ പിന്നെ വിചാരിച്ച് പെട്ടെന്ന് ഉരുളിയിലോട്ട് ആക്കാം. അങ്ങനെ ഉരുളിയിൽ ഞാൻ പിന്നെ ആദ്യം കുറച്ച് ഗീ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കാർഡമം, അതായത് ഏലക്ക, ഒരു 2-3 ഏലക്ക എടുത്തിട്ടുണ്ട്. ഏലക്ക എടുത്ത് അതും ഒന്ന് ഇട്ടൊന്ന് ചൂടാക്കി അതൊന്ന് വറുത്ത് കോരിയെടുത്ത്. അപ്പോൾ 3 ഏലക്ക ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളൂ. പൊടിച്ചത് എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് അതൊന്ന് ഇടിയെല്ലാം ചതച്ചെടുക്കാമെന്ന് കരുതി. അങ്ങനെ അതൊന്ന് റോസ്റ്റ് ചെയ്ത് അത് ഞാനൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇനി അതിന് ശേഷം നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് കിസ്മിസും അതുപോലെ തന്നെ കാഷ്യൂസാണ്. അപ്പം നമുക്ക് വേണമെങ്കിൽ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച നമ്മളെ തേങ്ങാക്കൊത്തുണ്ടല്ലോ, അത് നമ്മൾ ഈ കടലയിൽ ഇട്ട് കൊടുക്കും. പക്ഷെ അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. കാര്യം അത് ഇവിടെ ആർക്കും അത്ര ഇഷ്ടമല്ല, മക്കൾക്കൊന്നും അത്ര ഇഷ്ടമല്ലാത്തത് കൊണ്ട് അതും ഇട്ട് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. കടലപ്പായസത്തിൽ ഇങ്ങനെ കടിക്കാൻ കിട്ടുന്നത്. കുട്ടികളൊക്കെ ഉള്ളിടത്തായതുകൊണ്ട് അവർക്ക് അത് അങ്ങനെ ഇഷ്ടമല്ല. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള രീതിയിലാണ് ഞാനിപ്പോൾ ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അത് റൈസൻസും എല്ലാം നന്നായിട്ട് ഫ്രൈ ചെയ്ത് അതും ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. അതെല്ലാം ഒന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് ഇനി ഈ ഉരുളിയിൽ തന്നെ നമ്മളെ പായസം നമുക്ക് ഇങ്ങോട്ടേക്ക് പകർത്താം. അപ്പം നമുക്ക് ഇളക്കാനാണെങ്കിലും നല്ല വിസ്താരമുള്ള പാത്രത്തിലാകുമ്പോൾ നല്ല എളുപ്പമുണ്ടായിരിക്കും. അപ്പോൾ അതിങ്ങനെ പതുക്കെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നേരത്തെ ആ പാത്രത്തിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റിയപ്പോൾ തന്നെ പായസം നമുക്ക് നന്നായിട്ട് ഇളക്കാനൊക്കെ നല്ല എളുപ്പമുണ്ട്. മറ്റത് ചെറിയ പാത്രത്തിലിട്ട് ഇളക്കുമ്പോൾ കുറച്ച് ഹൈറ്റും ഉണ്ട്, അപ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഓണത്തിൻ്റെ ഒരു പ്രധാന വിഭവമാണല്ലോ പായസം എന്ന് പറയുന്നത്. സദ്യ എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ തന്നെയാണ് പായസവും. അപ്പോൾ തിരുവോണമാണെങ്കിലും അവിട്ടം ചതയും എല്ലാ ദിവസവും വീട്ടിലൊരു പായസം നിർബന്ധമായിരിക്കും എല്ലാവരുടെയും വീട്ടിൽ. ഓരോ ദിവസവും നമുക്ക് ഓരോ പായസം ഉണ്ടാക്കാം. കടല ഉണ്ടാക്കാം, സേമിയ ഉണ്ടാക്കാം, അതുപോലെ തന്നെ അട ഉണ്ടാക്കാം, പിന്നെ പൈനാപ്പിൾ പായസം ഉണ്ട്, ഒരുപാട് ഐറ്റംസ് ഉണ്ടല്ലോ. ഒരു ദിവസം ഈ കടല പായസവും ട്രൈ ചെയ്ത് നോക്കാം. ഇനി കുറുകി വന്ന പായസത്തിലോട്ട് നമ്മളെ ഫസ്റ്റ് റെഡിയാക്കി വെച്ച നമ്മളെ ഒന്നാം പാലാണ് നമ്മളിവിടെ ഇപ്പോൾ ചേർത്ത് കൊടുത്തത്. ആ ഒന്നാം പാല് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി അധികം നമ്മൾക്കത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല, അതൊന്ന് ചൂടായി കിട്ടിയാൽ മതി. അപ്പം നമ്മൾ പായസത്തിന് ചെറിയൊരു കളർ ചേഞ്ച് നമുക്ക് കാണാൻ പറ്റും. അത് നമ്മളെ ശർക്കരയുടെ കളറാണ്. നമ്മൾ ഈ പായസത്തിന് നല്ല കളർ കിട്ടുന്നത് നല്ല ഡാർക്ക് കളർ ശർക്കര ചേർക്കുമ്പോഴാണ് നല്ല ഒരു ബ്രൗണിഷ് കളർ കിട്ടുന്നത്. അപ്പോൾ എൻ്റെ ശർക്കരയിൽ കുറച്ച് ഒരു വൈറ്റിഷ് പോലത്തെ ശർക്കരയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പായസത്തിന് ആ കളർ ഒരു ചേഞ്ച് നമുക്കത് കാണാൻ പറ്റുന്നത്. അപ്പോൾ നന്നായിട്ട് ജസ്റ്റ് ഒന്ന് തിള വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് കാർഡമം പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാർഡമം പൊടിച്ചത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനി റൈസൻസും അതെല്ലാം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ റൈസൻസും ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ റൈസൻസ് ഇട്ടപ്പോൾ തന്നെ താഴോട്ട് പോയിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് എല്ലാ ഭാഗത്തോട്ടും എത്തുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മളിപ്പം സ്റ്റൗ നമ്മൾ ഓഫ് ചെയ്തിട്ടുണ്ട്. ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞാനിങ്ങനെ ഇളക്കി കൊടുക്കുന്നത്. അപ്പം നമുക്ക് കുറച്ചൊരു ലിക്വിഡ് ഫോമിലാണ് ഇരിക്കുന്നത്. അത് കുറച്ച് നേരം കൂടി ഇരിക്കുമ്പോൾ അത് നന്നായിട്ട് കുറുകി വരും പായസം. ഇതിപ്പം നമ്മളിപ്പം ഓഫ് ചെയ്തതല്ലേ ഉള്ളൂ. അത് കുറച്ച് നേരം ഇരിക്കുമ്പോഴാണ് പായസം നല്ല സെറ്റായിട്ട് വരുന്നത്. അപ്പോൾ കുറച്ച് നേരം ഇരുന്നതിന് ശേഷം ഞാൻ പായസം നല്ല സർവിങ് ബോളിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ പായസമൊക്കെ ഇപ്പം നല്ല കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ കടലയൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു. കാര്യം നമ്മൾ നെയ്യിലിട്ട് വറുത്ത് കോരി എടുത്തതിൻ്റെ ആ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഈ പായസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയിലോട്ട് കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.